അടുത്ത ക്വസ്റ്റ്യൻ. Under which circumstances drawer and payee will be the same person? ഡ്രോവറും പേയും സെയിം പേഴ്സൺ ആവുന്ന സർക്കംസ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ക്വസ്റ്റ്യൻ ആണിത്. വെൻ ഡ്രോവർ എൻഡോസസ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ, വെൻ ഡ്രോവർ ഡിസ്കൗണ്ട്സ് ദ ബിൽ, വെൻ ദി ഡ്രോവർ റീറ്റെയിൻസ് ദ ബിൽ ടിൽ മെച്യൂരിറ്റി, ഡി വെൻ ദ ഡ്രോവർ സെൻഡ് ദ ബിൽ ഫോർ കളക്ഷൻ. അല്ലേ? ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഓർഡറാണ്, അൺകണ്ടീഷണൽ ഓർഡറാണ്, ഇൻ റൈറ്റിംഗ് ആണ്. അതേപോലെ തന്നെ അത് രണ്ട് വ്യക്തികളും, ഈ ബില്ല് ഉണ്ടാക്കുന്ന വ്യക്തിയും അതേപോലെ തന്നെ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയും രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ടാവണം. NA ആക്ട് സെക്ഷൻ 1881 പ്രകാരം സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓർഡർ ദാറ്റ് ഇൻസ്ട്രക്ട്സ് എ പേഴ്സൺ ടു പേ എ സർട്ടൺ സം ഓഫ് മണി ടു അനദർ പേഴ്സൺ. അതായത് ഒരു പേഴ്സൺ എന്താ പറയുക, ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണ് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഈ ഡ്രോവർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കുന്നതും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡ്രോയി ആണ്. എന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്ന വ്യക്തിനെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഡ്രോയി ആരാണ്? ദ പേഴ്സൺ ഹു ആക്സെപ്റ്റ്സ് ദ ബിൽ. അല്ലേ? അതായത് ഒരാൾ ബില്ല് ഉണ്ടാക്കണം, ഡ്രോവർ അല്ലെങ്കിൽ ക്രെഡിറ്റർ. ക്രെഡിറ്റർ ആരാ? ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ള ആൾ. അപ്പോൾ ഡ്രോവർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ഈ ബില്ല് ഉണ്ടാക്കും, ആ ബില്ല് ഡ്രോയിക്ക് കൊടുക്കും ആക്സെപ്റ്റൻസിന് വേണ്ടി. അപ്പോൾ ഡ്രോയി അത് ഒപ്പിട്ട് തിരിച്ച് നമുക്ക് തരും. രണ്ടുപേരും ഒപ്പിടണം കേട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ, ഡ്രോവറും ഡ്രോയിയും ഒപ്പിടണം. പിന്നെ പേയ്, ദ ടു ഹൂം ഡ്രോയി നീഡ്സ് ടു മേക്ക് പേയ്മെൻറ്റ്. പേയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഈ ഡ്രോയി പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആ വ്യക്തിനെയാണ് പേയ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബില്ല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കാം. ഞാൻ ക്രെഡിറ്ററാണ്, വേറൊരു വ്യക്തിക്ക് വേറൊരു വ്യക്തി എനിക്ക് പൈസ തരാനുണ്ട്. അപ്പം ഞാനാണ് ബില്ല് ഉണ്ടാക്കിയത്. അപ്പോൾ വേറൊരു വ്യക്തി എനിക്ക് പൈസ തരാനുണ്ട്, ആ വ്യക്തി ബില്ല് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ബില്ല് എൻ്റെ കയ്യിൽ ഇപ്പോൾ തിരിച്ചെത്തി. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ബില്ല് ഞാൻ തിരിച്ച് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബില്ല് എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ കൊടുത്ത് അത് ഡിസ്കൗണ്ട് ചെയ്യാം. ബാങ്കിൽ കൊടുത്താൽ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും അല്ലേ? കുറച്ച് പൈസ കുറച്ചിട്ട് ബാങ്ക് ഡിസ്കൗണ്ട് ആയിട്ട് എടുത്തിട്ട് ബാക്കി പൈസ എനിക്ക് കിട്ടും അല്ലേ? മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്കും ഈ ഡ്രോയി ബാങ്കിൽ പൈസ അടച്ചാൽ മതി. അപ്പോൾ ഡിസ്കൗണ്ട് അവർ ഈടാക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ബാങ്ക് ഡിസ്കൗണ്ട് എമൗണ്ട് ഈടാക്കുകയും ചെയ്യും. എനിക്ക് ആ കിട്ടാനുള്ള എമൗണ്ട് ഫുള്ള് കിട്ടില്ല, പക്ഷെ കുറവ് പൈസയായിട്ട് എനിക്ക് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും ബാങ്കിൽ. അല്ലെങ്കിൽ എനിക്ക് ആ ബില്ല് എൻഡോസ് ചെയ്യാൻ പറ്റും വേറൊരു വ്യക്തിക്ക്. ഞാൻ പൈസ കൊടുക്കാനുള്ള വേറൊരു വ്യക്തിക്ക് എനിക്ക് ആ ബില്ല് എൻഡോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബില്ല് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഈ ഡ്രോയി പൈസ തരുന്നത് വരെ, തരേണ്ട ആ സമയം വരെ, മെച്യൂരിറ്റി പീരീഡ് വരെ ആ ബില്ല് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. ഇത്ര നാളും പിന്നെ 3 days ഗ്രേസ് ഓഫ് ഡേയ്സും എഴുതി ചേർത്തിട്ടുണ്ടാവും. അത്രയും ദിവസം ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ആ ബില്ല് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആര് സൂക്ഷിക്കണത്? ഡ്രോവർ തൻ്റെ കയ്യിൽ തന്നെ ഡ്രോയി ആക്സെപ്റ്റ് ചെയ്ത ബില്ല് സൂക്ഷിക്കുകയാണെങ്കിൽ പേയ് ആരായിരിക്കും? ഡ്രോവർ തന്നെയായിരിക്കും പേയ്. ഡ്രോവർ തന്നെയായിരിക്കും ആ കേസിൽ പേയ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അയാളുടെ കയ്യിൽ നിന്ന്, ഡ്രോയിയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് നേരിട്ട് റിസീവ് ചെയ്യുന്നത്. ആ കേസിൽ അപ്പോൾ ഡ്രോയും പേയും ആരായിരിക്കും? ഡ്രോവറും പേയിമാരായിരിക്കും സെയിം പേഴ്സൺ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് സർക്കംസ്റ്റൻസസ് ഡ്രോവർ ആൻഡ് പേയി വിൽ ബി ദ സെയിം പേഴ്സൺ? ഓപ്ഷൻ എ, വെൻ ഡ്രോവർ എൻഡോസസ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ. എൻഡോസ് ചെയ്യുമ്പോഴാണോ? അല്ല. വെൻ ദ ഡ്രോവർ ഡിസ്കൗണ്ട്സ് ദ ബിൽ. ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണോ? അല്ല. വെൻ ദ ഡ്രോവർ റീറ്റെയിൻസ് ദ ബിൽ ടിൽ മെച്യൂരിറ്റി വരെ ഡ്രോവർ തൻ്റെ കയ്യിൽ തന്നെ ബില്ല് സൂക്ഷിക്കുമ്പോൾ ഡ്രോവർക്ക് പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ ആ കേസിൽ ഡ്രോവർ തന്നെയായിരിക്കും പേയ്. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്, വെൻ ദ ഡ്രോവർ സെൻഡ് ബിൽ ഫോർ കളക്ഷൻ. അതെല്ലാം നമുക്ക് അറിയാം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് കോസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഓപ്ഷൻ എ, പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ്. ഓപ്ഷൻ ബി, പ്രൈം കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഓപ്ഷൻ സി, വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഓപ്ഷൻ ഡി, പ്രൈം കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക നമുക്ക് നോക്കാം.
നമുക്ക് ഈ ഒരു കോസ്റ്റ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഷീറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം പ്രൈം കോസ്റ്റ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ വേർതിരിച്ച് കാണാനായിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ പ്രൈം കോസ്റ്റ്, അപ്പോൾ ഈ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയത് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. മനസ്സിലായോ? ഇനി പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസസ്. പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വർക്ക്സ് ഓവർഹെഡ്. അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. എങ്ങനെയാണ്? പ്രൈം കോസ്റ്റിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക, അതോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുകയും ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിനോട് നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫീസ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റിനോട് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിനോട് നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ നമുക്ക് ഓഫീസ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം നമ്മൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെ കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒപ്പം നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഒപ്പം ലോസ് ആണെങ്കിൽ ലോസ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തായാലും കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക. അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ ആൻസർ? പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർഹെഡ് ആണോ? അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണോ? വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണോ? പ്രൈം കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ് ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിക്കാണോ? എന്താണ് ആൻസർ? വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് എന്തെന്ന് പറയണത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ്. ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 1:2. ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എന്താ? ഐഡിയൽ എന്ന് പറയുന്ന മീനിങ് എന്താ? പെർഫെക്റ്റ് എന്നുള്ള അർത്ഥമാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പം നമുക്ക് ഒരു വരുമാനമുണ്ട്, ചിലവുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ വരുമാനം ചിലവിന് തത്തുല്യമാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ പറയാം നമുക്ക് പെർഫെക്റ്റ് ആണെന്നുള്ളത്. നമ്മൾ പക്ഷേ നമ്മൾ വരുമാനം ചിലവിനേക്കാളും കൂടുതൽ വരിക, അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നല്ല ഗുഡാണ് അല്ലെങ്കിൽ അടിപൊളിയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ലിക്വിഡിറ്റി റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1 ആൻഡ് ഓപ്ഷൻ ഡി 1:2. ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 1:1 ആണ് ആൻസർ പറയാൻ പറ്റുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ് ലിക്വിഡിറ്റി റേഷ്യോ, കാരണം കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിനേക്കാളും കൂടുകയാണ്.
അല്ലേ? അപ്പം നമുക്ക് കുറേയും കൂടി നല്ലതാണ്. ഐഡിയൽ എന്ന് ചോദിച്ചേക്കണോണ്ട് പെർഫെക്റ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം നമുക്ക് 1:1 കറണ്ട് അസറ്റിന് തത്തുല്യം കറണ്ട് ലൈബിലിറ്റി. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണല്ലോ വരിക. അപ്പോൾ രണ്ടും 1:1 വരുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റി രണ്ടും തത്തുല്യം. ലൈബിലിറ്റി അടയ്ക്കാനായിട്ട് കേപ്പബിൾ ആണ്, അതിനുള്ള അസറ്റ് ഉണ്ട് കമ്പനിയിൽ നിന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റവന്യൂ, ഓപ്ഷൻ സി ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഓപ്ഷൻ ഡി ഡെഫേർഡ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ട്രേഡിംഗ് കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു നോൺ ട്രേഡിംഗ് കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഡെഫിസിറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ ഡെഫിസിറ്റും, കൂടുതൽ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് സർപ്ലസും ആണെന്ന് പറയാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അല്ലേ? അപ്പോൾ ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ? അല്ല, അല്ലേ? റവന്യൂ നേച്ചർ ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഉണ്ട്, ഡെഫേർഡ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റും. ഇത് റവന്യൂ അക്കൗണ്ടാണ്, റവന്യൂ നേച്ചറിലുള്ള ഒരു അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു റവന്യൂ നേച്ചറിലുള്ള അക്കൗണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Making payment of the bill by the acceptor to the holder before maturity is called. Making payment of the bill by the acceptor to the holder before maturity is called. Option A renewal, option B retiring, option C discounting, and option D endorsing. Making payment of the bill by the acceptor to the holder before maturity is called. അതിൻ്റെ ആൻസർ എന്താ വരിക? അതായത് മെച്യൂരിറ്റി ഡേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തി, അങ്ങനെയാണെങ്കിൽ അതിന് എന്താ പറയാമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഓപ്ഷൻ എ റിന്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബില്ല് അതായത് ഇപ്പോൾ ബില്ല് എഴുതി ഡ്രോയിനെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു, ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് തന്നാൽ മതി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതി മേടിച്ചു, ആക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്തൊക്കെ മേടിച്ചു. പക്ഷേ ആ ഡേറ്റിൽ ആ വ്യക്തിക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റില്ല എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോൾ ഡ്രോവർ എന്ത് തീരുമാനിച്ചു? ബില്ല് റിന്യൂ ചെയ്ത് പുതിയ ബില്ല് ഡ്രോവറും ഡ്രോയും കൂടി തീരുമാനിച്ചു റിന്യൂ ചെയ്ത് ബില്ല് ഉണ്ടാക്കുക. അതായത് വേറൊരു ഡേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിന്യൂവൽ ചെയ്യുന്നത്. ഇനി റിട്ടയറിംഗ് ഓഫ് ദ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 9-ാം തീയതിയാണ് ബില്ലിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6-ാം തീയതിയൊക്കെ ബില്ലിൻ്റെ പൈസ തന്ന് തീർക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിട്ടയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ ബൈ ദ ആക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റിക്ക് മുമ്പ് ആക്സെപ്റ്റർ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്നാ പറയാൻ പറ്റുക? റിട്ടയറിംഗ് എന്ന് പറയാൻ പറ്റും. ഇനി ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യണതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. എൻഡോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണതിനാണ്. ഈ ബില്ല് കിട്ടിയ ആൾ അല്ലെങ്കിൽ ഡ്രോവർ എന്ത് ചെയ്യും? ബില്ല് ഡ്രോയിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ചത് ഡ്രോവറിൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, ഡ്രോവറിന് അത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ എൻഡോസിങ് ചെയ്യുക എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ ആൻസർ എന്താ വരിക? റിട്ടയറിംഗ് ആണ് വരിക. നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ആണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ₹1 lakh, സെയിൽസ് 90,000, മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ? സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? 90,000 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ സെയിൽസിൻ്റെ എമൗണ്ട് അത് മൊത്തം ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ്. മൊത്തം ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് 90,000. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് ഈ സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മളുടെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള മൊത്തം ചിലവിൻ്റെ ഒപ്പം പ്രോഫിറ്റ് എലമെൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ സെയിൽസ് വരുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100% പ്ലസ് 20% ആണ് ഈ സെയിൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 120% ഈ 90,000 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെയിൽസിൻ്റെ 100% കണ്ടുപിടിച്ചാൽ കറക്റ്റായിട്ട് എത്ര ഗുഡ്സ് വിറ്റ് പോയിന്ന് നമുക്ക് അറിയാൻ പറ്റും, എത്ര എമൗണ്ടിൻ്റെ വിറ്റ് പോയിന്ന് അറിയാൻ പറ്റും. അപ്പോൾ സെയിൽസ് 120% 90,000 എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെയിൽസ് × 100 ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
എന്ത് കിട്ടും? സെയിൽസ്, യഥാർത്ഥ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗുഡ്സ് വിറ്റ ഗുഡ്സിൻ്റെ യഥാർത്ഥ കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് കിട്ടും. അപ്പോൾ 90,000 ഇൻറ്റു 100/120 ചെയ്യുക. കണ്ടുപിടിക്കാനുള്ളത് മുകളിൽ എഴുതുക. 100 ഡിവൈഡഡ് ബൈ 120 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 75,000 കിട്ടും. ആ 75,000 ആണ് എന്തെന്ന് പറയണത്? ആക്ച്വൽ വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയണത്. അതിന് ഇനി അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 75,000 കിട്ടി. അപ്പോൾ നമുക്ക് മൊത്തം ഗുഡ്സ് ഇവിടെ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 1,00,000 ഗുഡ്സ് ഉണ്ടെന്നാണ്, 1,00,000 വാല്യൂ ഉള്ള ഗുഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് 75,000 ഗുഡ്സ് വിറ്റുപോയി. അപ്പം ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും ഉണ്ടാവുക? 25,000. എളുപ്പമല്ലേ? അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Assets are held in the business for the purpose of option A resale, option B conversion into cash, option C revenue earning and option D all of the above. എന്തിനു വേണ്ടിയിട്ടാണ് അസറ്റ്സ് നമ്മൾ ബിസിനസ്സിൽ ഹെൽഡ് ചെയ്യുന്നതെന്ന്? ഇനിയിപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. അസറ്റ്സ് എത്ര തരത്തിലുണ്ട്? മെയിനായിട്ട് അസറ്റ്സ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് അസറ്റ്സ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് അസറ്റ്സും രണ്ടാമത്തത് കറണ്ട് അസറ്റ്സും. ലോങ് പീരീഡിലേക്ക് ഹെൽഡ് ചെയ്യുന്ന അസറ്റ്സിനെ ഫിക്സഡ് അസറ്റിന്, ഷോർട്ട് പീരീഡിലേക്ക് ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റിനെയാണ് പിന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ കാണാനും തൊടാനും പറ്റുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗുഡ് വിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പേറ്റൻറ്റ്, അതൊക്കെ നമുക്ക് അതിന് ഉദാഹരണം പറയാം. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉദാഹരണം പറയാം. പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാരണങ്ങൾ കൊണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് അസറ്റ് അല്ല അല്ലേ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, അതൊക്കെ ചോദിക്കാം കേട്ടോ. ഫിക്റ്റീഷ്യസ് അസറ്റ് ഏതാന്നൊക്കെ ഓപ്ഷൻ തന്നിട്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണം. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അസറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇൻവെൻട്രി, സ്റ്റോക്ക്, ക്യാഷ്, അതൊക്കെയാണ് നമ്മൾ കറണ്ട് അസറ്റിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ അസറ്റ്സ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ്. നമ്മൾ അസറ്റ് എന്തിനാണ് ബിസിനസ്സിൽ ഹെൽഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. വിൽക്കാനാണോ? റീസെയിൽ നടത്താനാണോ? അല്ലെങ്കിൽ കൺവേർഷൻ ഇൻ ടു ക്യാഷ് ആണോ? ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണോ? അല്ലെങ്കിൽ ഏർണിംഗ് റവന്യൂ ആണോ? ഏർണിംഗ് റവന്യൂ ആണ്. ഇതിലേതാണ് ഇതിൻ്റെ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എന്താ പറയാൻ പറ്റുക? അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ ഏർണിംഗ് റവന്യൂ. അസറ്റ്സ് ബിസിനസ്സിൽ ഹെൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസറ്റ്സ് ബിസിനസ്സിൽ ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Admission fee received by a cooperative society is dash receipt. Option A capital, option B revenue, option C deferred revenue and option D none of this. Admission fee received by a cooperative society എന്ത് റെസിപ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല. അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല, അത് റവന്യൂ റെസിപ്റ്റ് ആണ്. എന്ത്? റവന്യൂ റെസിപ്റ്റ് ആണത്. അപ്പോൾ ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ചാൽ നോൺ റെക്കറിങ് ഇൻ നേച്ചറാണ്. പിന്നീട് കിട്ടില്ല, ഒറ്റ പ്രാവശ്യം കിട്ടുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. നോട്ട് റിസീവ്ഡ് ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ റിസീവ് ചെയ്യാത്ത റെസിപ്റ്റ്സിനെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. നോൺ റെക്കറിങ് ഇൻ നേച്ചറാണ്. അതേപോലെ ഇതിൻ്റെ ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. ഇനി റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കറിങ് ഇൻ നേച്ചറാണ്. ഇതിൻ്റെ ഇഫക്റ്റ് എന്താ പറയുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന് ഉദാഹരണം സെയിൽസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇതൊക്കെ റവന്യൂവിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി ഡെഫേർഡ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഏൺഡ് റവന്യൂവിനെയാണ് ഡെഫേർഡ് റവന്യൂ എന്ന് പറയുന്നത്. അൺഏൺഡ് റവന്യൂ ഇറ്റ് ഈസ് എ key accounting concept that refers to advance payment received for goods or services that has not yet been delivered. അതായത് നമ്മൾ ഇതുവരെ ഡെലിവർ ചെയ്തിട്ടുള്ള ഗുഡ്സ്, പക്ഷെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡെഫേർഡ് റവന്യൂവിന് ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആ ഗുഡ്സ് നമ്മൾ എത്തിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ടൈൽ എത്തിക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു, ഈ ടൈലിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷേ ടൈല് നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല. നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ അത് ഡെഫേർഡ് റവന്യൂ റെസിപ്റ്റ് ആണ്.
ടൈൽ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അതിനാണ് റെഫേർഡ് റവന്യൂ എന്ന് പറയുന്നത്. അടുത്തത് നൺ ഓഫ് ദിസ്. അപ്പോൾ അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എന്ത് റെസിപ്റ്റ് ആണ് അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ റവന്യൂ റെസിപ്റ്റ്. എന്ത് റെസിപ്റ്റ് ആണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. Admission fee received by a cooperative society is a revenue receipt. അടുത്ത question. In the books of consignee, the profit on consignment will be transferred to. In the books of consignee, the profit on consignment will be transferred to dash account. Option A, trading account. Option B, profit and loss account. Option D, C, purchase account. And option D, none of this. കൺസൈനിയുടെ ബുക്സിൽ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ കൺസൈൻമെൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസൈൻമെൻറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ് നമ്മൾ ആരുടെ ബുക്സിലാണ് ശരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? കൺസൈനറിൻ്റെ ബുക്സിലാണ് ശരിക്കും റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാം. ഇത് ഇവിടെ കൺസൈനിയുടെ ബുക്കിൽ എവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നൺ ഓഫ് ദിസ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓപ്ഷൻ എ റിമൈൻസ് ഫിക്സഡ്. ഓപ്ഷൻ ബി ഫ്ലക്ച്വേറ്റ്സ് വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ സി ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് സെയിൽസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് എപ്പോഴായിരിക്കും വേരി ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഓരോ യൂണിറ്റും എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ മെഷീനറി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മെഷീനറി യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഷീനറി യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 100 ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 10 ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ ഒരേ വാല്യൂ ഉള്ള ഒരു മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഒരേ വാല്യൂ ഉള്ള ഇപ്പോൾ 25,000 രൂപയുടെ മെഷീനാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ 100 ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 25,000 രൂപ ചിലവാക്കണം. ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 25,000 രൂപ തന്നെ ചിലവാക്കണം. അത് ടോട്ടലിയാണ് നമ്മൾ പറയുന്നത്. ഇനി പെർ യൂണിറ്റ് എടുക്കുകയാണെങ്കിലോ, പെർ യൂണിറ്റ് ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 25,000 എടുത്തു എന്ന് വിചാരിക്കാം. 25,000 റുപ്പീസിൻ്റെ മെഷീൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25,000 റുപ്പീസ് ചിലവായി. ഇനി 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 25,000 ആണ് നമ്മൾ ചിലവാക്കുന്നതെന്നുണ്ടെങ്കിൽ, മെഷീനറിക്ക് ചിലവാക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് മെഷീനറിയുടെ എത്ര വരുന്നുള്ളൂ? 250 രൂപ മാത്രം വരുന്നുള്ളൂ അല്ലേ. 250 രൂപ മാത്രമേ ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പെർ യൂണിറ്റ് വരുന്നുള്ളൂ. ഇനി വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഒരു ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 മാങ്ങ വേണമെന്ന് വിചാരിക്കാം. ഇനി 100 ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ, അപ്പോൾ 100 × 10 1000 മാങ്ങ വേണം അല്ലേ. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിൽ വ്യത്യാസം വരുമോ? ഇല്ലേ. വേരിയബിൾ കോസ്റ്റിൽ വ്യത്യാസം വരുമോ? വേരിയബിൾ കോസ്റ്റിൽ പെർ യൂണിറ്റ് കോസ്റ്റ് വ്യത്യാസം വരില്ല, റിമൈൻസ് ഫിക്സഡ്. കാരണം 10 മാങ്ങയാണ് ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ടത് അല്ലേ. അപ്പോൾ 100 ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര മാങ്ങ വേണം? 1000 മാങ്ങ വേണം അല്ലേ. അപ്പോൾ പെർ യൂണിറ്റിൽ ഒരു മാറ്റവും വരില്ല. പെർ യൂണിറ്റിൽ നമുക്ക് ഒരു മാറ്റവും വരില്ല. ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓരോ ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് 10 മാങ്ങ വെച്ച് തന്നെ വരുള്ളൂ. ഓരോ ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ വരുള്ളൂ. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ അളവ് കൂട്ടുന്തോറും, ഇപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടുന്തോറും, പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് കൂട്ടുന്തോറും, അതായത് ആ മെഷീനറിയുടെ മാക്സിമം കപ്പാസിറ്റി കൂട്ടുന്തോറും നമുക്ക് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ഫിക്സഡ് ആണെന്ന് പറയാം അല്ലേ. 100 ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒരു ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഓരോ ഫ്രൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 മാങ്ങ വെച്ച് തന്നെ ചിലവാകും. അപ്പോൾ അതാണ് പെർ യൂണിറ്റിൽ വേരിയബിൾ കോസ്റ്റ് റിമൈൻസ് ഫിക്സഡ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം. മനസ്സിലായോ? അടുത്തത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ എ സോഴ്സ് ഓഫ് ഫണ്ട്, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ഓപ്ഷൻ സി നോ ഫ്ലോ ഓഫ് ഫണ്ട്, ഓപ്ഷൻ ഡി ഡിക്രീസ് ഇൻ ലയബിലിറ്റി.
സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ ഏതാ വരിക? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് ഇങ്ങോട്ട് വരും അല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് വരും. അപ്പോൾ അതെന്ത് ഫണ്ടാ? സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്കത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ എന്തെന്നാണ് വരിക? അല്ലെങ്കിൽ നോ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഫണ്ടിന് ഒരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ പറയാൻ പറ്റുമോ? ഇല്ല. ഡിക്രീസ് ഇൻ ലയബിലിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക? സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് പൈസ കിട്ടി അല്ലേ? അപ്പോൾ അത് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് മാറി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പീരീഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻ എ ഫിക്സഡ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി പ്രൈം ആൻഡ് ഓപ്ഷൻ ഡി സെമി വേരിയബിൾ. പീരീഡ് കോസ്റ്റിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്, പീരീഡ് കോസ്റ്റ് ഇസ് എ കോസ്റ്റ് ദാറ്റ് എ ബിസിനസ് ഇൻകേഴ്സ് ഡ്യൂറിങ് എ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡ്. ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തതല്ല. എക്സാമ്പിൾ സെല്ലിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, പീരീഡ് കോസ്റ്റ് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ്, സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡിലേക്കാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഫിക്സഡ് ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, പീരീഡ് കോസ്റ്റിൻ്റെ മറ്റൊരു പേര് ഫിക്സഡ് കോസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോൺ ലെഡ്ജർ കെപ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻ എ ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ ബി ഇംപേഴ്സണൽ ലെഡ്ജർ, ഓപ്ഷൻ സി സ്പെഷ്യൽ ലെഡ്ജർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, ജനറൽ ലെഡ്ജർ records every financial transaction including member contribution, loan repayment, operating expenses, revenue from service provided, etc. അതായത് ജനറൽ ലെഡ്ജറിൽ ഒരുമാതിരി എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും അല്ലേ? മെമ്പറിനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ലോൺ റീപേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, റവന്യൂ ഫ്രം സർവീസ് പ്രൊവൈഡഡ് എല്ലാം റെക്കോർഡ് ചെയ്യും ജനറൽ ലെഡ്ജറിൽ. ഇനി ഇംപേഴ്സണൽ ലെഡ്ജർ, that does not bear the name of the person, only nominal account or real account is considered. നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും മാത്രമാണ് ഇംപേഴ്സണൽ ലെഡ്ജർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ ലെഡ്ജർ. സ്പെഷ്യൽ ലെഡ്ജറിൻ്റെ പ്രത്യേകത എന്താണ്? സ്പെഷ്യൽ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം കീപ്പ് ചെയ്യുന്നതിനാണ് സ്പെഷ്യൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ലെഡ്ജർ സ്പെസിഫിക് പർപ്പസ്. ലോൺ ലെഡ്ജർ ഇസ് എ റെക്കോർഡ് ബുക്ക് that contains all the loans given out to members, including an amount borrowed, repayment schedule, interest charge, current outstanding balance for each individual, etc. അപ്പോൾ ഇവിടെ ലോൺ ലെഡ്ജറിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കീപ്പ് ചെയ്യുന്നതാണ് അല്ലേ? ലോണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് എത്ര രൂപ, ആർക്കാണ് ലോൺ കൊടുത്തത്, എത്ര രൂപയാണ് കൊടുത്തത്, എത്ര രൂപ അടച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്, കറണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്, ഇതൊക്കെയാണ് ലോൺ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതൊരു സ്പെഷ്യൽ ലെഡ്ജറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, An automobile service unit uses dash costing. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റിൽ ഏത് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാച്ച് കോസ്റ്റിംഗ്, ഓപ്ഷൻ ബി കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ജോബ് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ്. ഉദാഹരണം ഫുഡ് മാനുഫാക്ചറിങ് കമ്പനീസ്, ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ്. അതായത് ട്രാക്കിംഗ് കോസ്റ്റേഴ്സ് ഓവർ ദി എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് എ ലാർജർ പ്രോജക്ട്സിൻ്റെ എൻറ്റയർ ഡ്യൂറേഷനിൽ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. പ്രോജക്ട് കൺസ്ട്രക്ഷനിലും അതേപോലെ ലാർജ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇനി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണെങ്കിൽ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് വിത്തിൻ എ സിംഗിൾ പ്രോഡക്റ്റ്. ഒരു സിംഗിൾ പ്രോഡക്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഉണ്ടാവും. ഉദാഹരണം റേഡിയോ, എയ്റോപ്ലെയിൻസിലൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഇനി ജോബ് കോസ്റ്റിംഗ് ആണെങ്കിൽ കോസ്റ്റിംഗ് എ സിംഗിൾ ഡിസ്റ്റിങ് പ്രോജക്റ്റ് ഓർ കസ്റ്റമർ ഓർഡർ വിത്ത് യുണീക്ക് സ്പെസിഫിക്കേഷൻ, കസ്റ്റം ഫർണിച്ചർ, മേക്കിംഗ് ഓൺ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എക്സെട്ര. അതായത് സിംഗിൾ പ്രോജക്റ്റ് ആണ്, പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് പ്രോജക്റ്റ് ആണ്. കസ്റ്റമറിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടാവും. യുണീക്ക് സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമാണ് ഫർണിച്ചർ മേക്കിങ്ങിലും എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റിംഗ് എന്താണ്? ഇവിടുത്തെ സർവീസ് ഇവിടെ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? ജോബ് കോസ്റ്റിംഗ് ആണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേജസ് പെയ്ഡ് based on output is called. Wages paid based on output is called. Option A piece rate, option B time rate, option C daily wage, option D none of this. വേജസ് പെയ്ഡ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. പീസ് റേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ച് പേയ്മെൻറ്റ്, അല്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ടിന് ബേസ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ടൈം റേറ്റ് ആണെങ്കിൽ എത്രയാണ്? നമ്മൾ എന്തോരം ടൈം വർക്ക് ചെയ്തു, അല്ലേ? അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ IT ഫീൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈം റേറ്റേ പറ്റുള്ളൂ. അപ്പോൾ എന്തോരം ടൈം വർക്ക് ചെയ്തു അതിനനുസരിച്ചിട്ടാണ് അവിടെ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്ക് അന്നാന്ന് പേയ്മെൻറ്റ് കൊടുക്കുക. നൺ ഓഫ് ദിസ്. അപ്പോൾ വേജസ് പെയ്ഡ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്താണ്? പീസ് റേറ്റ് സിസ്റ്റമാണ് ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് പീസ് റേറ്റ് സിസ്റ്റമാണ്. അടുത്തത് ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ്. ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം കാണിക്കുന്നത് എന്ത് ബാലൻസ് ആണെന്നാണ്. ഓപ്ഷൻ എ ഡെബിറ്റ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ്, ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി നോ ബാലൻസ്. ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ്. എന്ത് വേണമെങ്കിലും കാണിക്കാം. ഡെബിറ്റ് ബാലൻസ് കാണിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാം. ഏത് ബാലൻസ് വേണമെങ്കിലും കാണിക്കാം. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, അല്ലേ? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ് അതിൻ്റെ ആൻസർ വരിക. എന്താണ്? ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസും കാണിക്കാം, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാം, അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും, അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് ആണോ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആണോ ഉള്ളതെന്ന് നോക്കും. ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. നെക്സ്റ്റ്, ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദി അസറ്റ്സ് ദ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് ഫോളോഡ്. ഓപ്ഷൻ എ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഓപ്ഷൻ ബി ഗുഡ് വിൽ, ഓപ്ഷൻ സി പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓപ്ഷൻ ഡി മൈൻസ് ആൻഡ് ക്വാറീസ്. ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദി അസറ്റ്സ് ദ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് ഫോളോഡ്. ഡിപ്ലീഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ഇതിൽ ഏത് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് സാധാരണ ലാൻഡിന് എന്തെന്നാ വരിക? അപ്രീസിയേഷനാണ് വരിക. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ലാൻഡിന് അപ്രീസിയേഷനാണ് വരിക, ബിൽഡിങ്ങിനാണെങ്കിൽ ഡിപ്രീസിയേഷൻ വരിക. പക്ഷേ ലാൻഡിന് എന്താ വരിക? അപ്രീസിയേഷൻ, വില കൂടുകയാണ് ചെയ്യാറ്, അല്ലേ? ഇനി ഗുഡ് വില്ലാണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണതിന് പറയണതാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ടേം. ഇൻടാഞ്ചിബിൾ അസറ്റിന് ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. സി പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോർമൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടേം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡി മൈൻസ് ആൻഡ് ക്വാറീസ്. മൈൻസ് ആൻഡ് ക്വാറീസ് എന്ന് പറയുന്ന ഒരു വേസ്റ്റിംഗ് അസറ്റാണ്, അല്ലേ? അതൊരു വേസ്റ്റിംഗ് അസറ്റാണ്. അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മൈൻസ് ആൻഡ് ക്വാറീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എറേഴ്സ് വിൽ നോട്ട് റിവീൽഡ് ബൈ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറർ ഇതിലേത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി പാർഷ്യൽ ഒമിഷൻ, ഓപ്ഷൻ സി റോങ് ബാലൻസിങ് ആൻ അക്കൗണ്ട്, ഓപ്ഷൻ ഡി റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എററുകൾ രണ്ട് ടൈപ്പ് ഓഫ് എററുകളുണ്ട്. വൺ സൈഡ് എററും ടു സൈഡ് എററും. വൺ സൈഡ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടല്ലോ, അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ അഫക്റ്റ് ചെയ്യുന്ന എററാണ്. അപ്പോൾ വൺ സൈഡ് എറർ എന്തായാലും ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. ടു സൈഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സൈഡ് എറർ ഇപ്പോൾ സെയിം എമൗണ്ട് ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെബിറ്റിലും ക്രെഡിറ്റും കോമ്പൻസേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനത്തെ എറേഴ്സ് ഒന്നും ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അല്ലാത്ത എറേഴ്സൊക്കെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നോക്കാം. ടു സൈഡ് എറേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രാൻസ്പോസിഷൻ എറേഴ്സ്. ട്രാൻസ്പോസിഷൻ എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഡിജിറ്റ്സ് ആർ സ്വാപ്ഡ്. ഡിജിറ്റ്സ് സ്വാപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ട്രാൻസ്പോസിഷൻ എറേഴ്സ്. സ്വാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 423 ആണ് എമൗണ്ട് എങ്കിൽ 432 ആവുക. അങ്ങനെ നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യുക, അങ്ങനെ സംഭവിക്കുന്നതിനാണ് ട്രാൻസ്പോസിഷൻ എറർ എന്ന് പറയുന്നത്. അത് ടു സൈഡ് എററാണ്. അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ പോസ്റ്റിംഗ് എറേഴ്സ്. പോസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കാം. പിന്നെ ഇൻകറക്റ്റ് ടോട്ടലിംഗ് ഓഫ് ലെഡ്ജർ ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറർ ഏതാന്ന് നോക്കിയേ. എറേഴ്സ് ഓഫ്
അഫക്റ്റ് ചെയ്യാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, പാർഷ്യൽ ഒമിഷൻ ഉണ്ട്, റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് ഉണ്ട്, റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട് ഉണ്ട്. എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ തന്നെ 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ വന്നു എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല, അഫക്റ്റ് ചെയ്യാൻ പോണില്ല അല്ലേ. പക്ഷേ പാർഷ്യൽ ഒമിഷൻ അഫക്റ്റ് ചെയ്യുമോ? ഒരു ട്രാൻസാക്ഷൻ്റെ പകുതി മാത്രമാണ് റെക്കോർഡ് ചെയ്ത് പകുതി റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അഫക്റ്റ് ചെയ്യില്ലേ? അഫക്റ്റ് ചെയ്യും. റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്, ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, അഫക്റ്റ് ചെയ്യോ? അഫക്റ്റ് ചെയ്യും. റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ ഉള്ള വ്യത്യാസം അതും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എററുകളൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏതാണ് അഫക്റ്റ് ചെയ്യാത്ത? എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.